ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിലെ നമ്മുടെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ കടന്നാലോ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് പുതിയ മാനേജറായിട്ട് ചാർജ് ചെയ്തത് നമ്മുടെ സന്തോഷാണ്. അതെ, മുമ്പ് വേദയും വിക്രവും കൂടി വിവാഹം കഴിക്കാൻ കാരണക്കാരായ അതേ സന്തോഷ് തന്നെ. അപ്പൊ സന്തോഷ് ഇങ്ങനെ മാനേജറായിട്ട് വന്നിട്ട് പറയുമ്പോൾ തന്നെ എല്ലാവരും അവരുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വിളിക്കണം എല്ലാ തൊഴിലാളികളെയും. അവർക്ക് ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജോബി എന്ന് പറയാ പഴയ മാനേജർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അനധികൃതമായിട്ട് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പനിക്ക് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പൈസ കമ്പനി തിരിച്ചു തരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ വരുന്ന ഇനി വർഷം 4 തവണകളായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ജോബി അടിച്ചു മാറ്റിയ പൈസ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ തൊഴിലാളികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവട്ടെ. എല്ലാവരും ആ തീരുമാനം കൈയടിച്ച് പാസ്സാക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജോബിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് സന്തോഷ് പറയുമ്പോ മേരി പറയുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ ഞങ്ങളെക്കാളും ഞങ്ങളല്ല സാറേ ശരിക്കും കണ്ടുപിടിച്ചത്, വേദയാണെന്ന് പറയാണ്. വേദയോ? ആരാ അതെന്ന് ചോദിക്കുമ്പോ വേദ മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് കണ്ട് സന്തോഷ് ചോദിക്കുന്നുണ്ട്, പുതിയ ആളായിരിക്കും അല്ലേ? അതെ എന്ന് പറയാണ്. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും മേരി പറയണ്ടേ, ചില ആൾക്കാരെ അങ്ങനെയാണ് സർ, നമ്മള് ചിലപ്പോ ഒരുപാട് നാൾ മുമ്പ് എവിടെയോ കണ്ട പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നും എന്നൊക്കെ പറയാണ്. ശരി, എങ്കിൽ എല്ലാവരുടെയും പൈസ ഇനി മുതൽ ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട, അവിടെ വന്ന് തരുന്നതായിരിക്കും. അതല്ലേ അതിന്റെ ഒരു രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാന്യതയും മര്യാദയൊക്കെ ഞങ്ങളും കൂടി നോക്കണമല്ലോ. അതായത് ഇവിടെ വന്നിട്ട് നിങ്ങൾ കൈനീട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം കവറിലാക്കി നിങ്ങളുടെ കയ്യിൽ തന്നെ അവിടെ കൊണ്ടു തരുന്നതായിരിക്കും. അപ്പൊ വേദ വേണ്ട, അത് നല്ല കാര്യമാണ് സർ എന്ന് പറയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പുതിയ മാനേജറെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവാട്ടോ. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് വേദ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് സന്തോഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയും അങ്ങനെ തന്നെയാട്ടോ, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് വേദയും പോകുവാണ്. ഇവിടെ വീട്ടിലെത്തുമ്പോഴേക്കും വേദ ഇതെല്ലാം വിക്രത്തോട് പറയാണ്, പുതിയ മാനേജർ വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരനാണ്, പക്ഷെ അയാൾ ഇങ്ങനെ എവിടെയോ കണ്ട പോലെ തോന്നുവാണ്. താൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തനിക്ക് കിട്ടിയ വല്ല പ്രണയലേഖനും ഇയാളുടെ വലുതും ആണോ? അല്ല, തന്റെ പഴയ കാമുകം വലുതും ആണോ? അടിച്ചു കൂട്ടും വിക്രം ഞാൻ എന്ന് പറയുമ്പോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണോ? ചിലപ്പോ ഒരാളെ പോലെ 7 പേരെന്നൊക്കെ പറയാറില്ലേ, അതിലാരെങ്കിലും ആയിരിക്കും എന്റെ വിക്രം. അതൊക്കെ വെറുതെയാണ്, ഒരാളെ പോലെ ഒരാൾക്ക് മാത്രമേ ആവാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് വിക്രം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എവിടെയാണ് ശരിക്കും പിടി കിട്ടുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ വേദ അവസാനം അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അല്ലെ. അപ്പൊ നാളെ നമ്മുടെ വേദ അത് ആലോചിച്ച് അവസാനം കണ്ടുപിടിക്കുന്നുണ്ട് ഇയാൾ എവിടെയാണ് കണ്ടേന്ന്. അങ്ങനെ വേദം മനസ്സിലാക്കാണ് ഇത് ആ പഴയ സന്തോഷാണ്. അന്ന് ആ ശിവന്റെ അമ്പലത്തിൽ വെച്ചിട്ട് താലി ചാർത്താൻ നിന്ന ആ ഒരു കാമുകന്മാരുടെ വിവാഹം മുടക്കിയിട്ടാണല്ലോ വിക്രം വേദയുടെ കഴുത്തി താലി ചാർത്തത്. അന്നത്തെ അതേ പയ്യൻ സന്തോഷ് തന്നെയാണ് ഇത് എന്ന് വേദക്ക് മനസ്സിലാവാണ്. വേദ അപ്പൊ തന്നെ വിക്രത്തോട് പറയണ്ട, വിക്രം എനിക്ക് മനസ്സിലായി, ആ സന്തോഷ് എന്ന് പറഞ്ഞ പുതിയ മാനേജർ ഞാൻ എവിടെയാ കണ്ടേന്ന് മനസ്സിലായി. എനിക്ക് മാത്രല്ല വിക്രത്തിനും അയാൾ നന്നായിട്ട് അറിയാം. എനിക്കോ? അതേ വിക്രം, നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ ആരാണെന്ന് വിക്രം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരെ കുറിച്ച് നമ്മൾ ശരിക്കും മറന്നുപോയി അല്ലേ വിക്രം? ശരിയാ താൻ പറഞ്ഞത്, അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് 2 പേര് വിവാഹം കഴിക്കാൻ വന്നതല്ലേ, എന്നിട്ട് ആ ചെക്കനെ അടിച്ചു തെറിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് പോയതല്ലേ. അവൾ ആ താലിന്റെ മഹാത്മ്യം പറഞ്ഞപ്പോ അത് പിടിച്ചു വാങ്ങി പൊട്ടിച്ചല്ലേ തന്റെ കഴുത്തിൽ അണിഞ്ഞത്. അതെ ആ സന്തോഷ് തന്നെയാണ് വിക്രം. ഈ സന്തോഷ് അയാൾ തന്നെയാണോ? തനിക്ക് ഉറപ്പാണോ? അതെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ അത്? അന്ന് അയാൾക്ക് കാലിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ ഇന്ന് അയാൾക്ക് കാലില്ല വിക്രം എന്ന് പറയാണ്. വിക്രത്തിന് അപ്പൊ തന്നെ വല്ലാതെ ഷോക്ക് ആവാട്ടോ. ഇനി ഞാൻ ചെയ്തതിന്റെ തെറ്റിന്റെ ഫലമാണാടോ അയാൾ ഈ അനുഭവിക്കുന്നത്? എനിക്കറിയില്ല വിക്രം എന്ന് പറയണം. രാവിലെ തന്നെ വിക്രം അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ്. വിക്രവും വേദയും പോകുന്നുണ്ട്. അച്ഛനോട് കാര്യങ്ങൾ പറയണം. അച്ഛൻ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ വേദന വിവാഹം കഴിക്കാനൊരു കാരണം. ആ കാരണം അന്നൊരു വിവാഹം അവിടെ അമ്പലത്തിച്ചിട്ടൊരു പെണ്ണും ചെറുക്കനും വിവാഹം കഴിക്കാൻ പോയ സംഭവമൊക്കെ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. പയ്യനാണച്ചോ ഇപ്പൊ മാനേജറായിട്ട് ചാർജ് ചെയ്ത് സന്തോഷ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ പള്ളിയിലച്ഛൻ പറയണ്ട്, അയാളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, കാലെന്തോ ആക്സിഡന്റിൽ പെട്ടു പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വിക്രം, എനിക്ക് തോന്നുന്നത് ഇത് ദൈവനിയോഗമാണ്. സന്തോഷിനും അന്ന് നിങ്ങൾ പിരിച്ച ആ പെണ്ണുണ്ടല്ലോ, അവരെ ഒന്നിപ്പിക്കാൻ നിങ്ങളെ ദൈവം ഇവിടേക്ക് വിട്ടതാണെന്ന് എനിക്കിപ്പൊ തോന്നുന്നത്. അപ്പൊ അച്ഛൻ എന്തൊക്കെയാ പറയണത്? അതേ വിക്രം, നീയും വേദം ഇവിടെ വരാൻ കാരണം അനിയൻകുട്ടിന്റെ അസുഖത്തിന്റെ കാര്യം മാത്രമല്ല, അവർ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ അർഹതയുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് വിക്രം നീ തന്നെ അവന്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കണം എന്ന് പറയാണ്. വിക്രത്തിനും അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ വിക്രം നമ്മുടെ സന്തോഷിന്റെയും ആ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ വിവാഹം നടത്താൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.